കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ ചില സംഭവ വികാസങ്ങൾ കൗതുകം ഉണർത്തുന്നു. അത് പ്രധാനമായും കോൺഗ്രസിനെയും ബി ജെ പിയെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഓരോന്നും സംഭവിക്കാറുള്ളത്. ഇടതുമുന്നണിയോ സി പി എമ്മിനെയോ അത് ബാധിക്കാറില്ല. ഇപ്പോൾ കേൾക്കുന്നത് പത്മജ വേണുഗോപാൽ, ലീഡർ കെ കരുണാകരൻ്റെ പുന്നാരം മോൾ ബി ജെ പിയിലേക്ക്. ഇത് കോൺഗ്രസിൻ്റെ കാൽക്കീഴിലെ മണ്ണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡിലും ഇങ്ങനെ ചോർന്നു പോകുന്നു എന്നത് കോൺഗ്രസ്സുകാർക്ക് മാത്രം മനസ്സിലാവുന്നില്ല. ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇടതുപക്ഷത്തിന് മനസ്സിലാവുന്നുണ്ട്, തീവ്ര വലതുപക്ഷമായ ബി ജെ പിക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ നാട്ടിലെ നിഷ്പക്ഷരായ ജനസമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിനും ചില കോൺഗ്രസ്സുകാർക്കും ഇതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഞങ്ങൾക്കിവിടെ ഒരു കൗതുക ചോദ്യം, ഇതിനകത്ത് ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഞങ്ങളുടെ ഒരു കൗതുക ചോദ്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്ത സ്റ്റോറിയുമായി ചേർത്ത് വെച്ച് ഇതിനെ വായിക്കാവുന്നതാണ്, അല്ലെ കാണാവുന്നതാണ്. എ കെ ആന്റണി എന്ന സമുന്നത നേതാവിൻ്റെ പുന്നാര മോന്, ഞങ്ങളത് പറഞ്ഞ വാചകം അതാണ്, പുന്നാര മോന് ബി ജെ പിയിലേക്ക് പോയിട്ട് ബി ജെ പിയുടെ ദേശീയ വക്താവും സെക്രട്ടറിയും ഇപ്പൊ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയുമാകാമെങ്കിൽ ഇതൊക്കെ കാണുന്ന പത്മജ വേണുഗോപാലിന്റെ ഉള്ളിലുള്ള വ്യസനം, വിഷമങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിലാവും. നമുക്കും മനുഷ്യ മനസ്സുകളല്ലേ, നമുക്കും അത്തരം മനസ്സുകൾ, ഹൃദയമൊക്കെ ഇല്ലേ? ഈ പത്മജയുടെ സങ്കടങ്ങൾ നമ്മൾ കാണണ്ടേ? കോൺഗ്രസ്സുകാർ കണ്ടില്ലെങ്കിൽ അവരെന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് എന്നുള്ളതിൻ്റെ ഉത്തരം ഇങ്ങനെ ചില സങ്കടങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അവർക്ക് പാർട്ടിയിൽ അർഹിക്കുന്ന പരിഗണന കിട്ടിയിട്ടില്ല. അവരെക്കാൾ ജൂനിയേഴ്സിനെ പലതവണ രാജ്യസഭയിലേക്ക് അയച്ചു. ഓക്കെ, അവര് 2 തവണ തിരഞ്ഞെടുപ്പിൽ, പിന്നെ ലോക്സഭയിലേക്കും ഒക്കെ മത്സരിച്ച് പരാജയപ്പെട്ടു 2 തവണ. പിന്നെ കഴിഞ്ഞ തവണ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരിച്ചെങ്കിലും വി എസ് സുനിൽകുമാറിനോട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതൊക്കെ സത്യമാണ്. എന്നുവെച്ച് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് അല്ലെങ്കിൽ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട എത്രയോ കോൺഗ്രസ് നേതാക്കൾ പിന്നീട് പുതിയ ലാവണങ്ങൾ തേടി പോയിരിക്കുന്നു. അവരെ പാർട്ടി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ പത്മജയ്ക്ക് ഒരു സങ്കടം ഉണ്ടാവില്ലേ? സ്വാഭാവികമല്ലേ? നിലവിൽ അവർ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായ ഒരാൾക്ക് അർഹമായ മാന്യമായ ചില സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്താ തെറ്റ്? കോൺഗ്രസ്സുകാർക്കെല്ലാം സ്ഥാനമാനങ്ങളാണല്ലോ പ്രധാനം. അത് കഴിഞ്ഞേ ഉള്ളല്ലോ ജനസേവനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരിയായ ലീഡർ സാക്ഷാൽ കെ കരുണാകരന്റെ മകളായ പുന്നാര മോളായ അനിൽ കെ ആന്റണി പുന്നാര മോൻ എന്ന് പറയുന്ന പോലെ കെ കരുണാകരന് ഏറ്റവും സ്നേഹമുള്ള മകളാണ് പുന്നാര മോൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഈ പുന്നാര മോൾക്കും കെ കരുണാകരന്റെ വിയോഗത്തിന് ശേഷം പാർട്ടിയിൽ അവഗണന നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്നത് എന്തൊരു ശരിയാണോ? അല്ലല്ലോ. ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ കെ മുരളീധരൻ സ്വന്തം ആങ്ങളെ പലതവണ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ മുരളീധരൻ പറഞ്ഞത് തന്റെ നമ്പർ പെങ്ങള് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന്. അപ്പൊ വേറെ പലരും കോൺഗ്രസ് നേതാക്കള് പത്മജയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ഫോണിൽ, പക്ഷെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. നിങ്ങളോടും ഞാൻ ഇനി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ബി ജെ പി ഇത് കുറച്ച് ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി ഇത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം തൃശ്ശൂര് 2 തവണ അടുത്തടുത്ത്. ഒന്ന് ബി ജെ പിയുടെ മഹിളാ കൺവെൻഷനിൽ, 2 സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന്. അപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ 2 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു നഗരത്തിലെത്തുന്നത് അപൂർവ സംഭവമായിരുന്നു. അപ്പൊ ഈ വന്ന കൂട്ടത്തിൽ അണിയറയിൽ പിന്നാമ്പുറത്ത് നടന്നത് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസിന് ഒരിക്കലും പിടി കിട്ടത്തില്ല ഇത്തരം കാര്യങ്ങൾ. ഇപ്പൊ ഇനി ഒരു ചോദ്യം, ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ച് നമുക്കിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം തൽക്കാലം. ഇതിന്റെ ഫോളോ അപ്പ് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് പത്മജയുടെ കോൺഗ്രസ് ഇന്നിങ്സ് എന്ന് പറയുന്ന ഇതാണ്. അവർക്ക് മടുത്തു, ഇനി കോൺഗ്രസ് നിന്നിട്ട് കാര്യമില്ല എന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. നാളെ മറ്റു പല കോൺഗ്രസ് നേതാക്കൾ ഇതേപോലെ ബി ജെ പിയിലേക്ക് പോകും.
ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, കോൺഗ്രസ്സുകാരെ ഞങ്ങൾ ഓർമ്മിപ്പിച്ചതാണ്, ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, മുൻ പി സി സി പ്രസിഡന്റുമാർ, മുൻ മുഖ്യമന്ത്രിമാർ, മുൻ മന്ത്രിമാർ, സീനിയർ നേതാക്കൾ ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ അടുത്ത കാലത്ത് BJP-യിലേക്ക് ചേക്കേറുകയാണ്. നിങ്ങളുടെ വിചാരം, കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ, നിങ്ങളുടെ വിചാരം ഇത് കോൺഗ്രസിൽ സംഭവിക്കില്ല എന്നായിരുന്നു അല്ലേ? എന്നാണോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കേരളത്തിൽ ഇത് സംഭവിക്കും വൈകാതെ എന്ന് ഞങ്ങൾ പ്രവചന സ്വഭാവത്തോടെ ഞങ്ങൾ 2 ആഴ്ച ഞാൻ പറഞ്ഞത്. കേരളത്തിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോകും, കണ്ടോളൂ എന്ന് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ്. കാരണം അതിന്റെ പോക്ക് ഒരു ലോജിക്കൽ കൺക്ലൂഷൻ നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ പത്മജ, നാളെ വേറെ പേരുകൾ വരും. നിങ്ങൾ നോക്കിക്കൂ, പ്രേക്ഷകർ കണ്ടോളുക, നാളെ വേറെ പേരുകൾ വരും. ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യങ്ങൾ ഇതുവരെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലുതായിട്ട് തെറ്റിപ്പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ച് അതിൻ്റെ ഉത്തരം തേടിയിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം തൽക്കാലം ഈ വീഡിയോ. അതായത് ഈ പത്മജയുടെ ഈ ഒരു നീക്കം നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിലെ കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കും? ഇതാണ് ചോദ്യം. അപ്പൊ തിരിച്ച് കോൺഗ്രസ്സുകാർ ചോദിക്കും, കെ കരുണാകരന്റെ മകളാണെങ്കിലും പത്മജ വലിയ ജനകീയ നേതാവൊന്നുമല്ലല്ലോ, മത്സരിച്ച ഇലക്ഷനിലെല്ലാം തോറ്റുപോയല്ലോ, ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും. പിന്നെ വലിയൊരു ജനകീയ നേതാവൊന്നും അല്ലല്ലോ പത്മജ വേണുഗോപാൽ. അതുകൊണ്ട് കോൺഗ്രസിന് എന്ത് നഷ്ടം വരാനാ പത്മജ BJP-യിലേക്ക് പോയതുകൊണ്ട്? ഇതായിരിക്കും കോൺഗ്രസ്സുകാരുടെ ന്യായം. അവർക്ക് എപ്പോഴും ഇങ്ങനെ തലതിരിഞ്ഞ ചില ന്യായങ്ങളുണ്ട്. പക്ഷെ ഇലക്ഷൻ വേളയിൽ വലിയ ബഹുജന പിന്തുണ ഇല്ലാത്ത ആണെങ്കിൽ പോലും ആ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക്, എതിർപക്ഷത്തേക്ക് പോയാൽ അത് ഒരു മൊറേൽ, ആ പാർട്ടിക്ക് ധാർമ്മികമായ തിരിച്ചടിയുണ്ട്. ഈ ഒരു ഇലക്ഷനിലൊരു മൊറേൽ ബൂസ്റ്റിംഗ് ഉണ്ടല്ലോ, അതിന് തടയിടേണ്ടി വരും, അല്ല അതിന് ആഘാതം വരും. ഒരു ചെറിയ നേതാവ് പാർട്ടി വിട്ടു പോയാൽ പോലും, പ്രാദേശിക തലത്തിൽ പോലും, അല്ലെ അറിയപ്പെടുന്ന ഒരു വലിയ സീനിയർ നേതാവ് പാർട്ടി വിട്ടു പോയാൽ അതിന്റെ ആഘാതം അതനുസരിച്ചായിരിക്കും ഇലക്ഷൻ കാലത്ത്. അതാണ് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത്. അല്ലാത്തപ്പോൾ അത്രയും വരില്ല. അപ്പൊ പത്മജയുടെ ആ ഒരു തീരുമാനം അത് പാർട്ടിക്ക് ഈ ലോക്സഭാ ഇലക്ഷനിൽ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കോൺഗ്രസ്സുകാരെല്ലാം BJP-യിലേക്ക് പോവുകയാണല്ലോ എന്നുള്ള ഒരു കടന്നാക്രമണത്തെ എതിർപക്ഷത്തിന്റെ നേരിടാൻ കഴിയാതെ ഒരു ദുർബല പാർട്ടിയായിട്ട് കോൺഗ്രസ് കേരളത്തിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇലക്ഷൻ സമയത്ത് ഈ പാർട്ടി വിട്ടുപോകുന്നതിന്റെ ഏറ്റവും വലിയ ആഘാതം, അല്ലെ തിരിച്ചടി എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ പ്രതീക്ഷിക്കുക. പിന്നെ ഇതുകൊണ്ട് BJP-ക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുമോ എന്ന ചോദ്യം. BJP ഇപ്പൊ എന്തും കിട്ടിയാലും എടുക്കും, എന്ത് ചവറ് കിട്ടിയാലും എടുക്കും. അവര് വർക്കൗട്ട് ചെയ്തിരിക്കുന്ന അജണ്ട അതാണ്. എന്ത് കിട്ടിയാലും ഞങ്ങൾ ഇങ്ങെടുക്കും, തൃശ്ശൂർ ഇങ്ങെടുക്കും എന്ന് പറയുന്നതില്ല. ഞങ്ങൾക്ക് ഇപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം, അത് അവർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഏത് പാർട്ടിയിൽപ്പെട്ടവരും BJP-യിലേക്ക് വന്നാൽ മോസ്റ്റ് വെൽക്കം. പിന്നെ പത്മജയ്ക്ക് അവർ ചില ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ടാവാം. നരേന്ദ്രമോദി ഇടപെട്ട കേസാണല്ലോ ഇത്, മുഖ്യ കാർമ്മികൻ ഇടപെട്ട കേസായതുകൊണ്ട് അതിനകത്ത് പല 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 ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടാവും. രാജ്യസഭാ സീറ്റോ വേറെ ഉന്നത പദവിയോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. കാരണം ലീഡർ കെ കരുണാകരന്റെ മകളാണ് BJP-യിലേക്ക് പോകുന്നത്. അത് മുതലെടുക്കാൻ BJP-ക്ക് അറിയാം. കേരളം കണ്ട ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ, കോൺഗ്രസിലെ നേതാവിന്റെ പ്രിയപ്പെട്ട പുത്രി BJP-യിലേക്ക് ചേരുന്നു എന്നത് ദേശീയ തലത്തിൽ പോലും BJP-ക്ക് നല്ല ഒരു പ്രചരണ ആയുധമാക്കാൻ സാധിക്കും. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ, ഒരു ദശാബ്ദങ്ങളോളം കോൺഗ്രസിന്റെ, അല്ലെ ഒരു 1/4 നൂറ്റാണ്ട് കേരളത്തിൽ കോൺഗ്രസിന്റെ രണ്ട് നെടും തൂണുകളായിരുന്നു കെ കരുണാകരനും AK ആന്റണിയും. ഇപ്പോൾ AK ആന്റണി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, പ്രായം, ആരോഗ്യ പ്രശ്നങ്ങൾ. കെ കരുണാകരൻ വിട്ടുപോയി. ഈ 2 നേതാക്കളുടെ മക്കൾ 2 പേരും BJP-യിലേക്ക് ചേരുക എന്ന് പറയുന്ന ഒരു സമവാക്യം കൂടി ഇല്ലാത്തുണ്ട്. ആലോചിച്ച് നോക്കുക. കാലത്തിന്റെ ഒരു പോക്കെ, ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ച 2 വിഭാഗങ്ങളുടെ AI തലതൊട്ടപ്പന്മാരുടെ മക്കൾ 2 പേരും, ഒരാളുടെ മകനും മറ്റേയാളിന്റെ മകളും
BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. അത് കാണാൻ കെ കരുണാകരൻ ജീവിച്ചിരിപ്പില്ല, പക്ഷേ ഇത് കാണാൻ AK ആന്റണി ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ കോൺഗ്രസ്സുകാർക്ക് എന്താ പറയാനുള്ളത്? കോൺഗ്രസിനെതിരെ ഏറ്റവും ഉപയോഗിക്കാവുന്ന ഒരു ആയുധമാണ് BJP-ക്ക് മാത്രമല്ല ഇടതുപക്ഷത്തിനും കിട്ടിയിരിക്കുന്നത്, CPM-ന്. ഇതാ നിങ്ങളുടെ കോൺഗ്രസ്. കണ്ടില്ലേ, ഞങ്ങൾ എപ്പോഴും പറയുന്നതല്ലേ, മൃദു ഹിന്ദുത്വം ഇതാണ്, നാളെ അവർ BJP-യിലേക്ക് പോകും. ഇപ്പൊ കണ്ടില്ലേ, ഏറ്റവും കൂടുതലത്തെ സംഭവങ്ങൾ ഇതൊക്കെയാണ് എന്ന് പ്രചരിപ്പിക്കാനും വിശ്വസിപ്പിക്കാനും ഇടതുപക്ഷ പാർട്ടികൾക്കും BJP-ക്കും സാധിക്കുന്നു കോൺഗ്രസിനെതിരെ വളരെ ഫലപ്രദമായി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് ഈ ഓരോരോ നീക്കങ്ങളുടെയും ആത്യന്തിക ഫലം എന്ന് പറയുന്നത്.